നിരവധി കഥാപാത്രങ്ങൾ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിലും ഏറ്റവും അനിവാര്യമായി കൗൺസിലിംഗ് ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ കിട്ടിയിരുന്നെങ്കിൽ പല മനുഷ്യരുടെയും ജീവിതം മാറി മറിഞ്ഞേനെന്ന് തോന്നിപ്പിച്ചത് മായാവിയിലെ കുട്ടൂസനും ഡാകിനിയുമാണ്. കാരണം ആത്യന്തികമായിട്ട് അവരുടെ ജീവിത ലക്ഷ്യം എന്താണ്, അവരുടെ ജീവിത വ്യവഹാരം എന്താണ്, അവരുടെ ചിന്താമണ്ഡലം എന്താണ്? അവരെപ്പോഴും മായാവിയെപ്പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. രാജുവിനെ രാധയെ നശിപ്പിക്കാൻ ചിന്തിക്കുന്നു. നശീകരണാത്മകതയാണ് അല്ലെങ്കിൽ മറ്റ് മനുഷ്യരുടെ നാശം കാണലാണ് തങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് കരുതുന്നിടത്താണ് ഒരു മനുഷ്യൻ അവൻ്റെ നിലനിൽപ്പ് കണ്ടെത്തുന്നതെങ്കിൽ അവന് കൃത്യമായി കൗൺസിലിംഗ് വേണം. അതിൻ്റെ ഒരു ഉദാഹരണമായി രാജുവും രാധയുടെയും ജീവിതത്തിലും മായാവിയുടെ ജീവിതത്തിലും മായാവി ഒരു ചെറിയ കുപ്പിയിൽ അടച്ചു വെക്കുന്നത് അടക്കമുള്ള ചിത്രാത്മകമായ പ്രവർത്തനങ്ങളിലും നിരന്തരം ഏർപ്പെടുന്ന ഒരാളാണ് കുട്ടൂസനും ഡാകിനിയും. അതുപോലെ തന്നെ ഏറ്റവും ദുർബലനായ ഒരുപക്ഷെ മറ്റേ ഇതിൽ കയറിപ്പോകുന്ന ലുട്ടാപ്പി ഒരു ഇരയാക്കി, ലുട്ടാപ്പിയിൽ നിന്ന് നിരന്തര ചൂഷണങ്ങൾ നടത്തി ലുട്ടാപ്പി ഒരു കോമാളിയാക്കി, ഒരു എക്സിസ്റ്റൻസ് ഇല്ലാത്ത ആളാക്കി നിരന്തരം മാറ്റാൻ കാരണവും കുട്ടൂസനും ഡാകിനിയുമാണ്. അത്തരം മനുഷ്യർ ഒരുപക്ഷെ അവരുടെ ലക്ഷ്യബോധം കണ്ടെത്തി മേ ബി അവരൊരു സിവിൽ സർവൻ്റ് പോലും ആയിപ്പോയാൽ അത്ര മിടുക്കരായ ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവർ ഏതെങ്കിലും മേഖലയിൽ സ്വന്തം പ്രതിഭ തെളിയിച്ചതിന്. ഒരു കുട്ടികളുടെ ഇടയിൽ പോലും അവർക്കൊരു മോശം ഇമേജാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വിചാരത്തിൽ കുട്ടൂസനും ഡാകിനിക്കുമാണ് നല്ലൊരു തെറാപ്പി ആവശ്യമായിട്ടുള്ളത്. അത് ഗവൺമെൻറ് ഇടപെട്ട് സൗജന്യ നിരക്കിൽ നടത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നു.